അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഹയസ്റ്റ് കോമൺ ഫാക്ടർ. അതിനകത്ത് ഒരു മെത്തേഡ് നമ്മൾ പഠിച്ചു. HCF കണ്ടുപിടിക്കേണ്ട ഒരു മെത്തേഡ് ഏതാ? പ്രൈം ഫാക്ടറൈസേഷൻ മെത്തേഡ് നമ്മൾ പഠിച്ചില്ലേ? പ്രൈം ഫാക്ടേഴ്സ് ചെയ്തിട്ട് കോമൺ ആയിട്ട് വരുന്ന പ്രൈം ഫാക്ടേഴ്സ് മാത്രം അതിൽ ഒന്ന് മാത്രം കൺസിഡർ ചെയ്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് HCF കണ്ടുപിടിക്കാൻ പഠിച്ചു. നെക്സ്റ്റ് മെത്തേഡ് ലോങ് ഡിവിഷൻ മെത്തേഡ്. ലോങ് ഡിവിഷൻ മെത്തേഡ് എന്ന് വെച്ചാൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് മനസ്സിലാക്കാൻ. എളുപ്പമായിട്ടുള്ള 2-3 എക്സാമ്പിൾ മിസ് പറഞ്ഞുതരാം. ഓക്കെ, അത് വെച്ച് വേറെ എവിടെ ഇവിടെ ഒന്നും ശ്രദ്ധിക്കാതെ ഇത് മാത്രം ശ്രദ്ധിച്ചിട്ടിരിക്കുക. എന്നിട്ട് മനസ്സിലാവുന്നുണ്ടോ നോക്കാം. 2 നമ്പേഴ്സിന്റെ HCF കണ്ടുപിടിക്കുന്നത് എങ്ങനെ? ലോങ് ഡിവിഷൻ മെത്തേഡിൽ നമ്മൾ എങ്ങനെയാ കണ്ടുപിടിക്കുന്നത് നോക്കാം. ശ്രദ്ധിച്ചിരിക്കണേ. ശ്രദ്ധ കുറച്ചൊന്നും മാറിയാൽ ഇത് മനസ്സിലാവില്ല. ഓക്കെ, ഫസ്റ്റ് ഓക്കെ 100ന്റെയും 40യുടെയും കോമൺ ഫാക്ടർ ഏതാന്ന് നോക്കാം. ഹയസ്റ്റ് കോമൺ ഫാക്ടർ നമുക്കറിയാമല്ലേ, 100ന്റെയും 40യുടെയും ഹയസ്റ്റ് കോമൺ ഫാക്ടർ എന്തായാലും 20 ആയിരിക്കും. 100ന്റെയും 40ന്റെയും ഹയസ്റ്റ് കോമൺ ഫാക്ടർ 20 ആണ്. അത് ചെയ്ത് നോക്കിയാൽ 20 തന്നെ കിട്ടും. എന്നാൽ ഈ ലോങ് ഡിവിഷൻ മെത്തേഡ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഇതിലെ വലിയ നമ്പറിനെ ചെറിയ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാം. വലിയ നമ്പറിനെ ചെറിയ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാം. സാധാരണ നോർമൽ ഡിവിഷൻ പോലെയല്ല, നമ്മൾ എഴുതുന്നതിൽ കുറച്ചൊരു വ്യത്യാസമുണ്ട്. 100നെ നമ്മൾ ഏത് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു? 40 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. നോർമലി നമ്മൾ 100നെ 40 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ 100 ഡിവൈഡഡ് ബൈ 40 ഇങ്ങനെയല്ലേ എഴുതുക. എന്നിട്ട് ഇവരുടെ കോഷ്യന്റ് എഴുതും അല്ലേ? 2 into 40 80, the remainder 20 എന്ന് കിട്ടി. ഇങ്ങനെയല്ലേ നമ്മൾ ചെയ്യുന്നത്. ഇവിടെ നേരെ തിരിച്ച് 100നെ 40 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് അതിന്റെ കോഷ്യന്റ് നമ്മൾ ഇവിടെ എഴുതും 2. ഓക്കെ, നമ്മൾ എങ്ങനെ സിമ്പിൾ ഇടുന്നത്? ഇങ്ങനെയാണ് സിമ്പിൾ ഇടുക. ഇവിടെ ഡിവിഡൻഡ്, ഇവിടെ ഡിവൈസർ, ഇവിടെ കോഷ്യന്റ്. ഈ ഒരു മെത്തേഡിലാണ് നമ്മൾ ലോങ് ഡിവിഷൻ മെത്തേഡിൽ HCF കാണാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പൊ നമ്മൾ 100നെ 40 കൊണ്ട് ഡിവൈഡ് ചെയ്തു, 2 കോഷ്യന്റ് കിട്ടി. 2 into 40 80. റിമൈൻഡർ സാധാരണ പോലെ കണ്ടുപിടിക്കുക. എത്ര കിട്ടും? 20 കിട്ടും അല്ലേ? ഇനി എന്താ ചെയ്യണ്ടേന്ന് വെച്ചാല് ഈ നമ്മൾ ആദ്യം ഡിവൈഡ് ചെയ്ത ഡിവൈസർ ഇല്ലേ, ആദ്യം ഡിവൈഡ് ചെയ്ത ഡിവൈസറിനെ ഈ റിമൈൻഡർ കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഡിവൈസറിനെ ആദ്യം നമ്മൾ ഡിവൈഡ് ചെയ്ത ഡിവൈസറിനെ നമുക്കിപ്പോൾ കിട്ടിയ റിമൈൻഡർ കൊണ്ട് ഡിവൈഡ് ചെയ്യാം. എത്ര കിട്ടും? 2 കിട്ടും. 2 into 20 40, റിമൈൻഡർ 0 കിട്ടി. ഇനി നമുക്കൊന്നും ഡിവൈഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ നമുക്ക് ഇവിടെ നോക്കിയാൽ ലാസ്റ്റ് കിട്ടിയിരിക്കുന്ന ഡിവൈസർ 20 ആണ് അല്ലേ? ആ 20 ആയിരിക്കും 100ന്റെയും 40യുടെയും HCF. വല്ലതും മനസ്സിലായോ? നോ. ഒന്നുകൂടി പറഞ്ഞുതരാം. 100ന്റെയും 40ന്റെയും HCF നമുക്ക് കണ്ടുപിടിക്കണം. കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ആദ്യം ഇതിലെ വലിയ നമ്പറിനെ ചെറിയ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. വലിയ നമ്പറിനെ ചെറിയ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. 100നെ 40 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. 100നെ 40 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് റിമൈൻഡർ നമ്മൾ ഇവിടെ 100ന്റെ റൈറ്റ് സൈഡിൽ റിമൈൻഡർ 2 എഴുതി.
കോഷ്യന്റ് 2 എഴുതി. കോഷ്യന്റ് എത്രയായാലും നമ്മളത് മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. കോഷ്യന്റിന്റെ ഒരു ആവശ്യത്തിനകത്ത് വരുന്നില്ല. നമ്മൾ ആകെ ഇവിടെ നോക്കേണ്ടത് റിമൈൻഡറും ഡിവൈസറും മാത്രം. നമുക്ക് കിട്ടുന്ന റിമൈൻഡറും ഡിവൈസറും മാത്രമേ നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അപ്പൊ നമുക്ക് ഇവിടെ 100നെ 40 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കോഷ്യന്റ് 2 കിട്ടി, റിമൈൻഡർ 20യും കിട്ടി. കിട്ടിയല്ലോ. ഇനി കിട്ടിയ റിമൈൻഡറിനെ നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ എന്താക്കി മാറ്റുന്നു? കിട്ടിയ റിമൈൻഡറിനെ നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ ഡിവൈസർ ആക്കി മാറ്റുന്നു. എന്താ നമ്മൾ ഡിവിഡൻഡ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്? ഡിവിഡൻഡ് ആയിട്ട് നമ്മൾ എന്ത് കൺസിഡർ ചെയ്യുന്നു? ആദ്യത്തെ ഡിവൈസറിനെ രണ്ടാമത്തെ സ്റ്റെപ്പില് ഡിവിഡൻഡ് ആയിട്ട് കൺസിഡർ ചെയ്തു. ആദ്യത്തെ ഡിവൈസറിനെ രണ്ടാമത്തെ സ്റ്റെപ്പിൽ ഡിവിഡൻഡ് ആയിട്ട് കൺസിഡർ ചെയ്തു. കിട്ടിയിരിക്കുന്ന റിമൈൻഡറിനെ ഡിവൈസർ ആയിട്ടും കൺസിഡർ ചെയ്തു. അപ്പൊ 40യെ ഇവിടെ നമ്മൾ ഡിവൈഡ് ചെയ്തിരിക്കുന്ന 40യെ നമ്മൾ കിട്ടിയിരിക്കുന്ന റിമൈൻഡർ കൊണ്ട് ഡിവൈഡ് ചെയ്തു. 20 എന്ന് കിട്ടി. 2 എന്ന് കോഷ്യന്റ് കിട്ടി. 2 × 20 40, റിമൈൻഡർ 0. അപ്പൊ നമുക്കിവിടെ 0 അല്ല റിമൈൻഡർ കിട്ടിയിരിക്കുന്നതെങ്കിൽ നമ്മൾ റിമൈൻഡർ 0 കിട്ടുന്നത് വരെ ഈ സ്റ്റെപ്പ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. ഇനി ഇതിൽ നിന്ന് തന്നെ നമ്മൾ ഇത്രയും ചെയ്തതിൽ നിന്ന് ഈ ഒരു പ്രോസസ്സ് ചെയ്തതിൽ നിന്ന് തന്നെ നമുക്ക് ഇതിന്റെ HCF വേറെ ഒന്നും ചെയ്യാതെ തന്നെ HCF കിട്ടും. അതായത് നമ്മൾ ഏറ്റവും ലാസ്റ്റ് ചെയ്ത ഡിവിഷന്റെ ഡിവൈസർ ആയിരിക്കും എന്ത്? തന്നിരിക്കുന്ന രണ്ട് നമ്പറിന്റെയും HCF. ഏറ്റവും ലാസ്റ്റ് ഡിവൈഡ് ചെയ്യുന്ന ഡിവൈസർ ആയിരിക്കും ഈ രണ്ട് നമ്പറിന്റെയും HCF. മനസ്സിലായോ? എന്താ എഡ്വിൻ? ഒന്നുകൂടെ ഒന്ന് പറഞ്ഞുതരാവോ? വേറെ എക്സാമ്പിൾ വെക്കണോ? ഇത് തന്നെ പറഞ്ഞു തരണോ? വേറെ എക്സാമ്പിൾ വെച്ച് പറഞ്ഞുതരാം. ഓക്കെ, വേറെ രണ്ട് നമ്പേഴ്സ് എടുത്താല് ഇപ്പോ 150 60. 150യുടെയും 60യുടെയും HCF നമുക്ക് കണ്ടുപിടിക്കണം. ആദ്യം എന്താ നമ്മൾ ചെയ്യാം? 150യെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു? വലിയ നമ്പറായ 150യെ 60 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. 60 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 150യിൽ 60 2 ടൈംസ് പോകും അല്ലേ? 2 ടൈംസ് മാത്രമേ പോകുള്ളൂ. 2 × 60 120. എത്ര റിമൈൻഡർ കിട്ടി നമുക്ക്? 30 കിട്ടി. 30 കിട്ടിയല്ലോ. ഇനി 30 ആണ് അടുത്ത ഡിവൈസർ. നമുക്ക് കിട്ടിയിരിക്കുന്ന റിമൈൻഡർ ആണ് അടുത്ത ഡിവൈസർ. അപ്പൊ നമുക്ക് ഏതെങ്കിലും നമ്പറിനെ വേണമല്ലോ ഈ 30 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ അല്ലേ? ഏത് നമ്പറിനെ നമ്മൾ 30 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പോകുന്നത്? നമ്മൾ ആദ്യം ഡിവൈഡ് ചെയ്ത 60. ആദ്യത്തെ ഡിവിഷൻ പ്രോസസ്സിലെ ഡിവൈസർ ആണ് നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പിലെ ഡിവിഡൻഡ് ആയിട്ട് വരുന്നത്. ആദ്യത്തെ സ്റ്റെപ്പിലെ ഡിവൈസർ ആണ് രണ്ടാമത്തെ സ്റ്റെപ്പില് ഡിവിഡൻഡ് ആയിട്ട് വരുന്നത്. ഓക്കെ, ഇനി 60യെ 30 കൊണ്ട് ഡിവൈഡ് ചെയ്താല് കോഷ്യന്റ് നമുക്ക് 2 കിട്ടും. 2 × 30 അഗൈൻ 60 കിട്ടി. റിമൈൻഡർ 0യും കിട്ടി. ഇനി നമുക്ക് വേറെ ഡിവൈഡ് ചെയ്യേണ്ട ആവശ്യമില്ല. റിമൈൻഡർ 0 കിട്ടിയാൽ അവിടെ സ്റ്റോപ്പ് ചെയ്യാം. ഇനി നമ്മൾ ഇവിടുന്ന് എങ്ങനെ നമ്മൾ HCF കണ്ടുപിടിക്കും? ഏറ്റവും ലാസ്റ്റ് ചെയ്ത ഡിവിഷൻ പ്രോസസ്സ് നോക്കുക. ഇവിടെ നമ്മൾ ലാസ്റ്റ് ചെയ്തത് 60യെ 30 കൊണ്ട് ഡിവൈഡ് ചെയ്യുക ചെയ്തേ അല്ലെ? ആ ലാസ്റ്റ് ചെയ്ത പ്രോസസ്സിൽ ഡിവൈസർ ആയിട്ട് വരുന്ന നമ്പർ, നമ്മൾ ഏത് നമ്പറിനെ കൊണ്ടാണോ ഡിവൈഡ് ചെയ്യുന്നത് ആ നമ്പർ ആയിരിക്കും ഈ തന്നിരിക്കുന്ന രണ്ട് നമ്പറിന്റെയും HCF. 150യുടെയും 60യുടെയും HCF 30 ആയിരിക്കും. മനസ്സിലായോ? ലക്ഷ്മിപ്രിയക്ക് മനസ്സിലായോ?
ഓക്കെ, എഡ്വിന് മനസ്സിലായി, ജോസി ഓക്കെ. വേറെ ആരാ? മുഹമ്മദ് മനസ്സിലായോ? അതുലിന് മനസ്സിലായോ? ഓക്കെ. ഷിസ, ഏഞ്ചൽ, ഗ്രേസിന് മനസ്സിലായോ? ശരിക്കും മനസ്സിലായെങ്കിൽ മാത്രം മനസ്സിലായെന്ന് പറയാം, അല്ലെങ്കിൽ ഒരു എക്സാമ്പിളും കൂടി പറഞ്ഞുതരാം. ഒരു എക്സാമ്പിളും കൂടി വേണോ? വേണോ? ഓക്കെ, ഒരു എക്സാമ്പിളും കൂടി നോക്കാം. വേറെ രണ്ട് നമ്പേഴ്സ് 240 70. നിങ്ങൾക്ക് ഇതിൽ ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്ന എക്സാമ്പിളും കൊടുത്തിരിക്കുന്ന പ്രോബ്ലം ഒക്കെ വലിയ വലിയ നമ്പേഴ്സ് ആണ്. അത് ചെറിയ നമ്പേഴ്സ് വെച്ച് മനസ്സിലായാൽ മാത്രമല്ല നമുക്ക് വലിയ നമ്പേഴ്സ് വെച്ച് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഈ ചെറിയ നമ്പേഴ്സ് വെച്ച് എക്സാമ്പിൾ പറഞ്ഞിരുന്നത് കേട്ടോ. 240 70. ഇതിന്റെ HCF എങ്ങനെ കണ്ടുപിടിക്കാൻ വേണ്ടി ആദ്യം നമ്മൾ 240നെ 70 കൊണ്ട് ഡിവൈഡ് ചെയ്തു. 240 വലിയ നമ്പർ, 70 ചെറിയ നമ്പർ. അതുകൊണ്ട് 240നെ 70 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. എത്ര 240നെ 70 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്ര തവണ പോകും 70? 3 times. 3 into 70 210 എന്ന് കിട്ടും. ഓക്കെ, ഇവിടെ കിട്ടുന്ന റിമൈൻഡർ എത്രയാ? 30 അല്ലേ? ഇനി നമുക്ക് ഏതോ ഒരു നമ്പറിനെ ഈ 30 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഏത് നമ്പറിനെ 30 കൊണ്ട് ഡിവൈഡ് ചെയ്യണ്ടേ? നമ്മുടെ ആദ്യത്തെ ഡിവൈസർ. ആദ്യത്തെ ഡിവൈസർ ആണ് നമ്മുടെ രണ്ടാമത്തെ സ്റ്റെപ്പില് ഡിവിഡൻഡ് ആയിട്ട് വരുന്നത്. ഓക്കെ, 70യെ നമ്മൾ എന്ത് ചെയ്യുന്നു? 30 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. 70യിൽ 30 എത്ര തവണ പോകും? 70യെ 30 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്ര കിട്ടും? ക്വോഷ്യന്റ് 2 എന്ന് കിട്ടും. 2 ടൈംസ് മാത്രമേ ഡിവൈഡ് ചെയ്യാൻ പറ്റൂ. 2 into 30 60. റിമൈൻഡർ എത്ര കിട്ടി? 10 എന്ന് കിട്ടി. ഇനി 10 കൊണ്ട് ഏതോ ഒരു നമ്പറിനെ, ഇവിടെ നമുക്ക് 0 അല്ല റിമൈൻഡർ വന്നിരിക്കുന്നത്, 0 വരുന്നത് വരെ നമ്മൾ ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പൊ 10നെ നമുക്ക് വേറെ ഏതോ ഒരു നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഏത് നമ്പർ ആയിരിക്കണം? തൊട്ട് മുന്നത്തെ ഡിവിഷൻ പ്രോസസ്സിന്റെ, തൊട്ട് മുന്നേ നമ്മൾ ഏതാ ഡിവൈഡ് ചെയ്തേ? 70യെ 30 കൊണ്ട് ഡിവൈഡ് ചെയ്തു. തൊട്ട് മുന്നത്തെ ഡിവിഷൻ പ്രോസസ്സിന്റെ ഡിവൈസർ അതായിരിക്കണം നമ്മൾ ഇപ്പോൾ ചെയ്യുന്ന ഡിവിഷൻ പ്രോസസ്സിന്റെ ഡിവിഡൻഡ്. തൊട്ട് മുന്നേ ചെയ്ത ഡിവിഷൻ പ്രോസസ്സിന്റെ ഡിവൈസർ ആയിരിക്കണം നമ്മൾ ഇപ്പോൾ ചെയ്യുന്ന ഡിവിഷൻ പ്രോസസ്സിന്റെ ഡിവിഡൻഡ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? 30യെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. 3 എന്ന് കിട്ടി. 3 into 10 30. റിമൈൻഡർ 0 എന്ന് വന്നു. നമുക്ക് ഫർദർ ഡിവിഷൻ ആവശ്യമില്ല, കാരണം റിമൈൻഡർ 0 വന്നതുകൊണ്ട്. അപ്പോ നമ്മൾ ഇവിടെ HCF ആയിട്ട് കൺസിഡർ ചെയ്യേണ്ടത് ഏറ്റവും ലാസ്റ്റ് ചെയ്ത ഡിവിഷൻ പ്രോസസ്സിന്റെ ഡിവൈസർ. ഏതാത്? 10. ലാസ്റ്റ് നമ്മൾ 30 divided by 10 ആണ് ചെയ്തത് അല്ലെ? ആ 10 ആയിരിക്കും ഇതിന്റെ രണ്ടിന്റെയും HCF. മനസ്സിലായോ? നമ്മൾ സ്റ്റെപ്പ് മറ്റേ പ്രൈം ഫാക്ടറൈസേഷൻ മെത്തേഡിൽ ചെയ്താലും 240യുടെയും 70യുടെയും HCF എന്ത് തന്നെയായിട്ട് കിട്ടും? 10 തന്നെയാന്ന് കിട്ടും. സംശയം ഉണ്ടെങ്കിൽ വേണമെങ്കിൽ ചെയ്തു നോക്കാം. ചെയ്തു നോക്കണോ? ഓക്കെ, 240യുടെയും 70യുടെയും നമുക്ക് ചെയ്തു നോക്കാം. 240നെ ആദ്യം 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. 120. 120നെ നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. 60. 60നെയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. 30. 30നെയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. 15. 15നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. 5. ഇനി ചെയ്യേണ്ട ആവശ്യമില്ല. 2 into
2 into 2 into 3 into 5. ഇനി 70. 70നെ നമ്മൾ ആദ്യം 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു, 35 എന്ന് കിട്ടി. 35നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്തു, അല്ലേ? 7 കിട്ടി. അപ്പൊ 70യെ നമ്മൾ എങ്ങനെ എഴുതി? 2 into 5 into 7. ഇതിൽ നമുക്ക് കോമൺ ആയിട്ട് എടുക്കാൻ പറ്റുന്നത് ഈ രണ്ട് 2ഉം പിന്നെ ഈ രണ്ട് 5ഉം, അല്ലേ? പെയറാക്കാൻ പറ്റുന്നത് ഇത് രണ്ടും മാത്രമേ ഉള്ളൂ. പെയറാക്കിയതിൽ രണ്ട് 2ന് പകരം ഒരു 2 എടുത്തു, രണ്ട് 5ന് പകരം ഒരു 5 എടുത്തു. എത്ര കിട്ടും? 2 into 5 10. HCF 10 തന്നെ. അപ്പൊ നമ്മൾ നേരത്തെ ചെയ്ത് ശരി തന്നെയല്ലേ? എന്താ അതില്? നോട്ട്ബുക്കിലേക്ക് എഴുതണോ? നോട്ട്ബുക്കിലേക്ക് എഴുതണ്ട. ഒരു ക്വസ്റ്റ്യൻ ഞാൻ തരാം, അത് നിങ്ങൾ ചെയ്താൽ മതി. ചെയ്ത് കിട്ടുന്നുണ്ടോ നോക്കിയാൽ മതി. അപ്പൊ ഇപ്പൊ ചെയ്തത് നിങ്ങൾക്ക് മനസ്സിലായോ? എന്താ മുഹമ്മദിന് എന്താ പ്രശ്നം? മിസ്സ 10ന്റെ അവിടെ ഒന്ന് ചെയ്തിട്ടേ ആ മൂന്നാമത്തെ സ്റ്റെപ്പ് ഒന്നാന്ന് മനസ്സിലായില്ല. മൂന്നാമത്തെ സ്റ്റെപ്പ് രണ്ടാമത്തെ സ്റ്റെപ്പ് പോലെ തന്നെ മൂന്നാമത്തെ സ്റ്റെപ്പും. അതിന്റെ ഇതൊന്ന് കാണിക്കോ? ഒരു കാര്യം ചെയ്യാം, ഒരു ക്വസ്റ്റ്യൻ തരാം, നിങ്ങൾ ഈ മെത്തേഡിൽ ഒന്ന് ചെയ്ത് നോക്ക്. കുറച്ച് സമയം തരാം, ഒരു 5 മിനിറ്റ് സമയം തരാം. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കാം. ഓക്കെ, ഫൈൻഡ് ദ HCF ഓഫ്, നോട്ട്ബുക്കിലേക്ക് തന്നെ ക്വസ്റ്റ്യൻ എഴുതിക്കോ. ഫൈൻഡ് the HCF of 260 and 50 by long division sorry, find the HCF of 260 and 50 by long division method. ഒരു 3 മിനിറ്റ് സമയം തരാം, നിങ്ങൾക്ക് ചെയ്യാൻ കിട്ടുന്നുണ്ടോ നോക്കാം. ഓക്കെ മിസ്, ഒരു കാര്യം ചോദിച്ചോട്ടെ? മിസ്, ആ മറ്റേ ഇങ്ങനെ കോളത്തിലാക്കിയിട്ടൊന്ന് എഴുതിയിട്ടേ അതേപോലെയാ അതാ മറ്റേ? അല്ല, ഇപ്പൊ പഠിപ്പിച്ച മെത്തേഡ് ഇതാ ഇത്. ഈ ഒരു സ്റ്റെപ്പ് ഞാൻ ഇവിടെ വെക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇത് നോക്കിയിട്ട് ചെയ്യാൻ പറ്റുമോ നോക്കാം. ക്വസ്റ്റ്യൻ എഴുതിയെടുത്തല്ലേ? ഫൈൻഡ് ദ HCF ഓഫ് 260 and 50 by long division method. 260 260ന്റെയും 50ന്റെയും HCF കണ്ടുപിടിക്കാം. ആ സ്റ്റെപ്പ് ഞാൻ ഇവിടെ ഡിസ്പ്ലേ ചെയ്യാം, നിങ്ങൾ ഇത് നോക്കിയിട്ട് ചെയ്യാൻ പറ്റുമോ നോക്കാം. ഓക്കെ, എന്താ 260 50 260ഉം 50ഉം? ഇത് പെട്ടെന്നൊന്നും മനസ്സിലാവില്ല, അതുകൊണ്ടാണ് മിസ് ക്ലാസ് തുടങ്ങുമ്പോൾ തന്നെ ശ്രദ്ധിച്ചിരിക്കണം എന്ന് പറഞ്ഞേ. 260ന്റെയും 50ന്റെയും HCF കണ്ടുപിടിക്കണം. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? 260യെ 50 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. 50 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. 50 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്ര കിട്ടും? 5 കിട്ടും.
5 into 50, 250. ഇനി അതിന്റെ റിമൈൻഡർ കണ്ടുപിടിക്കാം. റിമൈൻഡർ എത്രയാ? 10. ഇനി നമുക്ക് 10നെ കൊണ്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത്. കാരണം നമുക്ക് കിട്ടിയിരിക്കുന്ന റിമൈൻഡർ ആണ് രണ്ടാമത്തെ സ്റ്റെപ്പില് ഡിവൈസർ ആയിട്ട് വരുന്നത്. 10നെ കൊണ്ട് നമ്മൾ ഏതിനെ ഡിവൈഡ് ചെയ്യണ്ടേ? ആദ്യത്തെ ഡിവിഷൻ പ്രോസസ്സിലെ ഡിവൈസർ ആണ് രണ്ടാമത്തെ സ്റ്റെപ്പിൽ എന്തായിട്ട് വരുന്നത്? രണ്ടാമത്തെ സ്റ്റെപ്പില് ഡിവിഡൻഡ് ആയിട്ട് വരുന്നത് ആദ്യത്തെ പ്രോസസ്സിലെ ഡിവൈസർ. 50യെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 5 എന്ന് കിട്ടും. 5 into 10, 50. റിമൈൻഡർ 0. റിമൈൻഡർ 0 വന്നാൽ പിന്നെ നമുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ നമ്മൾ HCF ആയിട്ട് കൺസിഡർ ചെയ്യേണ്ടത് ഏതാ? ലാസ്റ്റ് ചെയ്ത ഡിവിഷൻ പ്രോസസ്സിലെ ഡിവൈസർ. അതായത് 50യെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 5 കിട്ടി. അതിന്റെ റിമൈൻഡർ ആണ് 0. അപ്പൊ ആ ചെയ്ത ഡിവിഷൻ പ്രോസസ്സിലെ ഡിവൈസർ ആണ് തന്നിരിക്കുന്ന നമ്പേഴ്സിന്റെ HCF. So HCF of 260 and 50 is എത്രയാ? 10. സിമ്പിൾ ആണ് മനസ്സിലാക്കിയാൽ. ശ്രദ്ധിച്ചിരുന്ന് മനസ്സിലാക്കിയാൽ ഈ മെത്തേഡ് വളരെ സിമ്പിളാ. പക്ഷെ വലിയ നമ്പേഴ്സ് വെച്ച് ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. എന്നാലും ചെയ്ത് നോക്കുമ്പോൾ ആ ഡിവിഷൻ ചെയ്യുന്നതിന്റെ ബുദ്ധിമുട്ട് മാത്രമേ ഉണ്ടാവുള്ളൂ. അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നും ഇതിൽ വരാനില്ല. സിമ്പിൾ ആണ്. ഏറ്റവും സിമ്പിൾ മെത്തേഡാണിത്. ഇങ്ങനെ തന്നെയാണോ നിങ്ങൾ ചെയ്യാൻ ശ്രമിച്ചേ? 10 കിട്ടിയായിരുന്നോ? അതിലേ പുറത്തെ കാഴ്ചയും കണ്ടോണ്ടിരിക്ക? കിട്ടിയായിരുന്നോ ആൻസർ? ആൻസർ കിട്ടിയില്ല, കുഴപ്പമില്ല. ചെയ്യാൻ ശ്രമിച്ചത് ഇതേപോലെ തന്നെയാണോ? ജോസിക്ക് കിട്ടിയല്ലേ? മുഹമ്മദിന് കിട്ടിയായിരുന്നോ ആൻസർ? ഗ്രേസിന് കിട്ടിയായിരുന്നോ? ഇല്ല, കുഴപ്പമില്ല. നിങ്ങളുടെ ടെക്സ്റ്റിനകത്ത് പേജ് നമ്പർ 109 അതിനകത്തെ സി ക്വസ്റ്റ്യൻ കണ്ടോ? ഫൈൻഡ് ദ HCF ബൈ ദ കണ്ടിന്യൂഡ് ഡിവിഷൻ മെത്തേഡ്. അതില് ഒന്നാമത്തെയും ആറാമത്തെയും ക്വസ്റ്റ്യൻസ് ഒന്ന് ഹോംവർക്ക് ആയിട്ട് ചെയ്തു നോക്കുക. ഒന്നാമത്തെയും ആറാമത്തെയും ക്വസ്റ്റ്യൻ, അതായത് 35ന്റെയും 65ന്റെയും പിന്നെ 25ന്റെയും 96ന്റെയും. എന്താ അതിലെ? 5.2 മോനെ. പേജ് നമ്പർ 109 മേലെ ക്വസ്റ്റ്യൻ വരുന്നത്. ഇതാ ഇവിടെ വരുന്ന ക്വസ്റ്റ്യൻ. ഇതാ പേജ് നമ്പർ 109. ഇവിടെ ക്വസ്റ്റ്യൻ വരുന്ന ഇതിലെ ഒന്നാമത്തതും ആറാമത്തതും. ഓക്കെ, അത് രണ്ടും ഈ മെത്തേഡിൽ ഒന്ന് ജസ്റ്റ് ചെയ്ത് നോക്കാം. ചെയ്യാൻ കിട്ടുന്നില്ലെങ്കിൽ മിസ് അടുത്ത ക്ലാസ്സിൽ പറഞ്ഞുതരാം. ചെയ്തിട്ട് കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്നതും നിങ്ങൾ ചെയ്യാൻ ശ്രമിച്ചതിന്റെ ഫോട്ടോയും മിസ്സിന് അയച്ചു തരണം. ആൻസർ കിട്ടിയാലും ഇല്ലെങ്കിലും ചെയ്യാൻ ട്രൈ ചെയ്തതിന്റെ ഫോട്ടോ ഒന്ന് മിസ്സിന് അയച്ചു തരാം. ഓക്കെ, കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും, പക്ഷെ മനസ്സിലാക്കിയാല് നല്ല എളുപ്പമുള്ളതാണ്. കാരണം ഞാൻ ഇതുവരെ ഈ മെത്തേഡ് പഠിച്ചിട്ടില്ല. നിങ്ങൾക്ക് പഠിപ്പിക്കാൻ വേണ്ടി ഞാൻ ഇത് പഠിച്ചെടുത്ത മെത്തേഡാണ്. ഞാൻ ആദ്യമായിട്ട് കാണുന്ന മെത്തേഡാണ് ഇത്. ഞങ്ങൾക്കൊന്നും ഇത് പഠിക്കാനില്ലായിരുന്നു. അപ്പൊ ഞാൻ പഠിച്ചു വന്നപ്പോ നല്ല ഈസി ആയിട്ട് തോന്നി. നിങ്ങളും നല്ലോണം ശ്രദ്ധിച്ച് ചെയ്താൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ആ രണ്ട് ക്വസ്റ്റ്യൻ ഒന്ന് ഹോംവർക്ക് ആയിട്ട് ഒന്ന് ചെയ്തു നോക്കാം കേട്ടോ. നമുക്ക് അടുത്ത ക്ലാസ്സിൽ ആ ക്വസ്റ്റ്യൻസ് ഒന്ന് പറഞ്ഞതിന് ശേഷം LCM സ്റ്റാർട്ട് ചെയ്യാം. LCM ഇതിനേക്കാളും കുറച്ചും കൂടി ഈസിയാണ്. HCFിനെക്കാളും ഈസിയാണ് LCM പഠിക്കാൻ. അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, ബൈ.